പാഠം 543. ചില ധാരണാ പിശകുകൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ മീനാക്ഷി, എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? എന്റെ കയ്യിലാണെങ്കിൽ നിന്റെ ഡൽഹിയിലെ നമ്പർ ഉണ്ടായിരുന്നില്ല. ആഹാ, നാട്ടിലെത്തിയോ? എന്ന്? എന്റെ സഹായോ? എന്താ? ഉത്തമന്റെ കയ്യിലോ? ഓ ശരി, കൊടുത്തു വിട്ടാ മതി. തിരിച്ച് ഡൽഹിക്ക് പോകുന്നതിന് മുന്നേ സമയം കിട്ടുകയാണെങ്കിൽ ഇതുവഴിയൊന്ന് വാ. ആ ഇല്ലെങ്കിൽ വിളിച്ച് ഓഫീസിലേക്ക് വന്നാലും മതി. ആ ഓ, മോഹനേട്ടൻ എവിടെയുണ്ട്? എന്ത് മാറ്റം, പഴയതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. എടുത്തുചാട്ടം, മുൻകോപം, വാശി, വഴക്ക്, അങ്ങനെ അങ്ങ് പോകുന്നു. ശരിയപ്പോ നീ എറണാകുളത്ത് തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കേ. ഓ ശരി. ആ വിളിച്ചാരാണെന്ന് മനസ്സിലായോ? ഞാൻ ജോത്സ്യനല്ല. നമ്മൾ ലംബോദരൻ ചേട്ടന്റെ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പോ അടുത്ത വീട്ടിൽ താമസിച്ച ഒരു മീനാക്ഷി ഓർമ്മയില്ലേ? അവളും ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഇവിടെ ഉണ്ടാവുമെന്ന്. എന്റെ എന്തോ സഹായം ആവശ്യമുണ്ട്. ഉത്തമന്റെ കയ്യിൽ എന്തോ കടലാസ് കൊടുത്തു വിടുന്നുണ്ടെന്ന് പറയാനാണ് അവളിപ്പോ വിളിച്ചത്. അതൊക്കെ മനസ്സിലായി. പക്ഷേ നീ എന്നെ പറ്റി എന്തോ ഫോണിലൂടെ പറഞ്ഞല്ലോ, അതെന്തൊക്കെയായിരുന്നു? എന്താ പറഞ്ഞത്? ഓ അതോ, മുൻകോപം, എടുത്തുചാട്ടം, വാശി, അതൊക്കെയല്ലേ? അത് മീനാക്ഷിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. പണ്ടവൾ അയൽവക്കത്ത് താമസിച്ചോണ്ടിരുന്നപ്പോ അവരുടെ പറമ്പിൽ നിന്ന് കാക്ക പ്ലാസ്റ്റിക്കോട് കൊത്തിക്കൊണ്ടുവന്ന് നമ്മുടെ കോമ്പൗണ്ടിൽ ഇട്ടതിന് മീനാക്ഷിയെയും അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ അന്ന് ചീത്ത വിളിച്ചത് വല്ലതും മോഹനേട്ടന് ഓർമ്മയുണ്ടോ? ഒടുവിൽ സംഗതി പോലീസ് കേസാവുന്ന ഉറപ്പായപ്പോ ഞാൻ ഇടപെട്ടാണ് അത് തീർത്തത്. അത് ഒരു പ്ലാസ്റ്റിക് കൂട് മാത്രമായിരുന്നില്ല, അതിനുള്ളിൽ മീൻ വെട്ടിയതിന്റെ വേസ്റ്റ് ആയിരുന്നു. ആ കൂട് കാക്ക കൊത്തിക്കൊണ്ടുവന്നിട്ടതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. മീനാക്ഷിയുടെ സ്വഭാവം വെച്ച് അത് അവളെടുത്ത് എറിഞ്ഞായിരിക്കും. മോഹനേട്ടനല്ലല്ലോ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു. കാരണം ലോകത്തിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും മോഹനേട്ടനെ ഉപദ്രവിക്കാൻ നടക്കാന്നാണല്ലോ മോഹനേട്ടന്റെ ചിന്ത. മീനാക്ഷിയും പ്രസാദും തമ്മിലുള്ള കല്യാണാലോചന വന്നപ്പോ മോഹനേട്ടനത്ത് മുടക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് പ്രസാദ് കൂട്ടുകാരെയും കൂട്ടി വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ? അന്ന് മോഹനേട്ടൻ പേടിച്ച് തട്ടുമ്പുറത്ത് കയറിയിരുന്നില്ലേ? ഞാൻ തട്ടിൻപുറത്ത് കയറിയിരുന്നുള്ളത് ശരിയാ. പക്ഷേ അത് ബാഡ്ജിടൊന്നുമല്ല. എനിക്ക് പ്രസാദിനേക്കാൾ ബുദ്ധിയും വിവേകവും ഉള്ളതുകൊണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. ഭാമേ, പ്രസാദ് വന്നപ്പോ അവന്റെ കൂടെ 5-6 പേരുണ്ടായിരുന്നു. അവരെല്ലാം കള്ളും കുടിച്ചിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ വരുന്ന ഒരു സംഘത്തെ ഒറ്റയ്ക്ക് നേരിട്ടാൽ അപകടമാണ് എന്ന് വിവേകമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓ, ആ വിവേകം പ്രസാദിനെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ കാണിച്ചിരുന്നെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ അനാവശ്യമാവും? ഈ പ്രസാദ് എന്ന് പറയുന്നവൻ സ്ഥിരമായി മദ്യപിക്കുന്നവനാണ്. അത് മാത്രമല്ല, അവന് നാട്ടിൽ പല സ്ത്രീകളുമായിട്ട് ശരിയല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന മീനാക്ഷി എന്ന പെൺകുട്ടിയെ അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ മീനാക്ഷിയുടെ അച്ഛനോട് പറഞ്ഞു. ഇതൊരു തെറ്റാണോ? അതൊരു തെറ്റായിരുന്നല്ലോ. ഒന്നാമതായി മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് മോഹനേട്ടൻ പറഞ്ഞതല്ലാതെ ഒരു തെളിവുണ്ടായിരുന്നില്ല. ആർക്കും ആരെ പറ്റി വേണേലും അങ്ങനെ പറഞ്ഞൂടെ? പിന്നെ മദ്യപിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ 50% ആണുങ്ങളും മദ്യപിക്കുന്നവരാണ്. മദ്യപിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കല്യാണമേ നടക്കില്ലായിരുന്നല്ലോ. മദ്യപിക്കാത്ത ഒരു ഭർത്താവില്ലാത്തത് കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഒരു കുടിയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞാണ്. അക്കാര്യൊന്നും കൂടുതൽ പറയണ്ട മോനേട്ടാ. കള്ളു കുടിക്കില്ല എന്നതുകൊണ്ട് മാത്രം ഒരാള് മാന്യനാവില്ല. അതൊക്കെ മോഹനേട്ടനാ പ്രസാദിനെ കണ്ടുപിടിക്കണം. മീനാക്ഷിയെ കല്യാണം കഴിച്ചെന്റെ അന്നേ അവൻ കുടി നിർത്തി. ഒരു 3 മാസം നമ്മുടെ അയലത്ത് അവര് താമസിച്ചല്ലേ. എന്നെങ്കിലും പ്രസാദിനെ മോഹനേട്ടൻ കുടിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ആ, അങ്ങനെയാണ് ആണുങ്ങള്. അത് മാത്രമല്ല, വീട്ടിലെ സകല ജോലിയിലും
പ്രസാദ് മീനാക്ഷിയെ സഹായിക്കുമായിരുന്നു. വെള്ളം കോരുന്നതും മുറ്റമടിക്കുന്നതും ചെടി നനയ്ക്കുന്നതും ഒക്കെ മോഹനയുടെ കണ്ടിട്ടുള്ളതാണല്ലോ. ഭാര്യയ്ക്കൊരു ആവശ്യം വരുമ്പോ അങ്ങനെ സഹായിക്കുന്ന ഭർത്താവ് ഇനിയിപ്പോ കുറച്ച് കുടിച്ചാലും ഭാര്യ അതൊന്ന് സഹിക്കും. എന്റെ സാർ അങ്ങനെയൊന്നും അല്ലല്ലോ. പറയുമ്പോ വലിയ മാന്യനാണ്. മദ്യപിക്കില്ല, പുകവലിക്കില്ല, കൈക്കൂലി വാങ്ങേയില്ല. പക്ഷെ വീട്ടിലെ പെരുമാറ്റോ ഭാര്യ വീട്ടിലെ ജോലിക്കാരിയാണെന്നാണല്ലോ മോഹനേട്ടന്റെ ധാരണ. ഇതിന് നല്ലത് വല്ലപ്പോഴും മദ്യപിക്കുന്നത് തന്നെ. പ്രസാദിനെ പോലെ ഒരു തൊഴിലുമില്ലാത്തവർക്ക് വെള്ളം കോരുകയോ തുണി അലക്കുകയോ മുറ്റടിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്. ഈ വില്ലേജ് ഓഫീസറെക്കാട്ടിലും നല്ല ജോലി ഇപ്പൊ പ്രസാദിനുണ്ട്. അയാൾ ഡൽഹിയിലെ വലിയൊരു കമ്പനിയിൽ ഓഫീസറാ. മീനാക്ഷിക്ക് അയാൾ അവിടെ ജോലി വാങ്ങിക്കൊടുത്തു. അതിൽ കൂടുതൽ ഇനി എന്ത് വേണം? മോഹനേട്ടൻ വെള്ളം കോരുകയും മുറ്റം തൂക്കുകയും പാത്രം കഴുകുകയും ഒന്നും വേണ്ട. മോഹനേട്ടന്റെ ഈ ഷർട്ടും മുണ്ടും തേക്കാൻ ഞാൻ വേണ്ടേ? ഈ വീട്ടിലെ എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും ഇത്രയും കാലത്തിടയ്ക്ക് മോഹനോടൊന്ന് ചെയ്തിട്ടുണ്ടോ? എന്നാലോ എടുത്തുചാട്ടത്തിന് വാശിക്ക് ഒരു കുറവില്ല താനും. ഞാനോട് ഇതൊക്കെ അങ്ങനെ ക്ഷമിക്കുന്നു. ഉത്തമ വന്നിട്ടുണ്ട്. ഇതേ പ്രസാദിനെ പറ്റി വല്ലത് പറയണമെങ്കിൽ ഉത്തമനോട് ചോദിച്ചാ മതി. വാ. അങ്ങനെ അങ്ങ് പറഞ്ഞാലെങ്ങനെയാ? വാ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇതെന്ത് പാട്. നമസ്കാരം വക്കീലേ. നമ്മുടെ കരുണാകരൻ ചേട്ടന്റെ മോള് മീനാക്ഷി ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട്. മീനാക്ഷി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ അക്കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഉത്തമ. പണ്ട് മോഹനേട്ടൻ പ്രസാദിന്റെ കല്യാണം മുടക്കാൻ പോയ കഥ. അതുകൊണ്ട് ഉത്തമ, പ്രസാദ് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കൂടി നിർത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അത് സത്യമല്ലേ? പിന്നല്ലാതെ. പ്രസാദിന് വന്ന മാറ്റമാണ് മാറ്റം. കല്യാണത്തോടു കൂടി അവൻ ഭയങ്കര മര്യാദക്കാരനായി പോയില്ലേ. എനിക്ക് തോന്നുന്നത് ജോലിയൊന്നും കിട്ടാതല്ലോ വിഷമത്തിലായിരിക്കും അവൻ കുടിച്ചോണ്ടിരുന്നതെന്നാ. കല്യാണം കഴിഞ്ഞോണ്ട് ജോലിയും കിട്ടിയില്ലേ. ഈ കുടി നിർത്തിയ കാര്യം മാത്രം പറഞ്ഞ പോരല്ലോ ഉത്തമ. വീട്ടിലെല്ലാ കാര്യത്തിലും പ്രസാദ് മീനാക്ഷി സഹായിക്കില്ലായിരുന്നു. അതെന്ത് ചോദ്യമാണ് വക്കീലെ. ആ വീട്ടിലെ സകല ജോലിയിലും പ്രസാദ് ഈ മീനാക്ഷി സഹായിക്കുമായിരുന്നു. ഞാൻ ഒന്ന് രണ്ടു തൊട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ കരുണാകരൻ ചേട്ടൻ പറയാണ്, പ്രസാദിനെ പോലൊരു മരുമോനെ കിട്ടിയത് ഭാഗ്യമാണേ ഉത്തമ എന്ന്. ആയിരിക്കുമല്ലോ. മീനാക്ഷിയെ പ്രസാദിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ കരുണാകരൻ ചേട്ടന് തോന്നിയത് കൊണ്ട് അവള് രക്ഷപ്പെട്ടു. പക്ഷേ കരുണാകരൻ ചേട്ടന് അത്രയും ബുദ്ധിയില്ലാത്ത എന്റെ അച്ഛൻ ചെയ്തതോ? കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിയില്ല, സർക്കാർ ഉദ്യോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ചെറുക്കനെ എനിക്ക് കണ്ടുപിടിച്ചത്. കല്യാണം കഴിഞ്ഞ് മോളോട് എങ്ങനെ പെരുമാറുന്ന ആളാണെന്ന് അച്ഛൻ ആലോചിച്ചതേ ഇല്ല. എനിക്ക് വീട്ടുജോലികളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് എന്ന് നിനക്ക് ഒരു ധാരണ ഉണ്ടാവും. അത് തെറ്റാണ്. സത്യത്തിൽ എനിക്ക് എല്ലാ ജോലികളും അറിയാം. പക്ഷേ ഒരു വീട്ടിൽ സ്ത്രീകൾ ചെയ്യേണ്ട ജോലികൾ സ്ത്രീകൾ മാത്രം തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാത്തത്. പ്രസാദിനെ പോലുള്ള പെങ്കോന്തന്മാര് ഭാര്യ ചിരിച്ചു കാണിക്കുമ്പോഴേ എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടി ഇറങ്ങി കൊടുക്കും. എന്നെ കിട്ടില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അയ്യോ, എന്തൊക്കെയായാലും വർത്താനത്തിൽ ഒരു കുറവുമില്ല. മോഹനേട്ടൻ എന്ത് വീട്ടുജോലി അറിയാന്നാ പറയുന്നേ? കേട്ടോ ഉത്തമ, പണ്ടൊരു ദിവസം മോഹനേട്ടൻ വീട്ടുജോലിയിൽ എന്നെ സഹായിക്കാൻ ഇറങ്ങി. മോഹനേട്ടാ, ഇതെന്താ ഉദ്ദേശം? ആ മുണ്ടിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇങ്ങനെയാണ് തുണി അലക്കേണ്ടത്. നീ അലക്കുമ്പോ അഴുക്ക് പൂർണ്ണമായിട്ടും പോകാറില്ല. ഇത് കണ്ടോ, ഇന്ന് ഈ തുണി എത്രമാത്രം വൃത്തിയാവുന്നു. ചെറുതായിട്ടൊന്ന് കീറിപ്പോയി ഒരു സൈഡിൽ. അയ്യോ, എന്റെ മുണ്ട്.
കയറിയത് ഒരു ഷർട്ടും 2 മുണ്ടുവാ. എന്റെ ചുരിദാർ സാരി ഒന്നും എടുത്തു കൊടുക്കാത്തതുകൊണ്ട് ആ നഷ്ടം ഉണ്ടായില്ല. ചെയ്യാതിരുന്ന് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ പറ്റും. പിന്നൊരു ദിവസം ഷർട്ട് മുണ്ടും തേക്കാൻ ഇറങ്ങി. അവരുടെ സഹായമില്ലാതെ തയ്ക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. എന്തായി? ഇത് ശരിയാവുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല. സ്വിച്ച് ഓൺ ചെയ്തില്ലായിരുന്നു. സ്വിച്ച് ഓൺ ചെയ്താലേ കറണ്ട് വരുള്ളൂ. കറണ്ട് വന്നാലേ ഈ പെട്ടി ചൂടാവുള്ളൂ. ഓ, പറയുമ്പോ കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ഡിഗ്രിയാണ്. പക്ഷേ ഒരു ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നിന്റെ സഹായം വേണ്ട. ഇന്ന് മുതൽ എന്റെ ഷർട്ട് മുണ്ട് ഞാൻ തന്നെ തയ്ക്കും. അങ്ങനെ പടിപടിയായി നിന്റെ ഒരു സഹായവുമില്ലാതെ ഞാൻ ജീവിച്ചു തുടങ്ങും. അതോടെ നിന്റെ ആവശ്യം തന്നെ ഇല്ലാതാകും. കൈപൊള്ളി 2 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. ഈ കഥ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല കേട്ടോ. അത് എങ്ങനെ ഉള്ളായിരിക്കും? തുണി തേച്ചോണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ശല്യപ്പെടുത്തിയ ആരുടെ ശ്രദ്ധ പോകും. വേറൊരു ദിവസം എന്നെ തോൽപ്പിക്കാനായി അടുക്കള കയറി ചായ ഉണ്ടാക്കുക എന്നുള്ളൊരു മഹത്തായ ജോലി സാർ ചെയ്തു. സാറേ, ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ചായയാണോ പായസമാണോ? ചായക്ക് നല്ല കടുപ്പം വേണം. പാൽ കുടിച്ചാ പോരെ? ഇതുപോലത്തെ ചായ എത്ര ദിവസം കുടിക്കാൻ പറ്റും? ആള് തട്ടിപ്പോവില്ലേ? നീ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്ക, എന്നിട്ട് അഭിപ്രായം. എനിക്ക് ജീവനെ കൊതിയുണ്ട്. മോഹനേട്ടൻ തന്നെ കുടിച്ചാ മതി. എങ്ങനുണ്ട്? ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കണോ അതോ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നോ? 1 ലിറ്റർ പാല്, 100 ഗ്രാം തേയില, 50 ഗ്രാം പഞ്ചസാര എന്നിവയാണ് നഷ്ടമായത്. അന്ന് മോഹനേട്ടൻ പറഞ്ഞത് ചായ ഉഗ്രനായിട്ടുണ്ടെന്നാണ്. അത് ഓർമ്മയുണ്ടോ? ചായ കുഴപ്പമൊന്നുമില്ലായിരുന്നു.
ഇങ്ങനെ ഒരു കാര്യം അറിയാത്ത മോഹനേട്ടനാണ് വീട്ടുജോലികളിൽ അത്രയും മീനാക്ഷിയെ സഹായിക്കുന്ന പ്രസാദിനെ കുറ്റപ്പെടുത്തുന്നത്. ഉത്തമ, ഉത്തമെങ്കിലും കല്യാണം കഴിച്ചു കഴിയുമ്പോ ഭാര്യ അടിമയായിട്ട് കരുതരുത്. എന്റെ ജീവിതവും ഇങ്ങനെയായി. വേറൊരു പെങ്കൊച്ചു കൂടി ഇത്തരം അബദ്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു വില്ലേജ് ഓഫീസറായി ഞാൻ പ്രസാദിനെ കണ്ടു പഠിക്കണമെന്ന്. സാറേ, അങ്ങനെ അല്ലല്ലോ വക്കീൽ പറഞ്ഞത്. അതെ, എന്റെ സാറെ ദേഷ്യപ്പെടരുത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടു ജോലികളിൽ ഒന്ന് സഹായിക്കുന്നതായി ഭാര്യമാർക്കൊന്ന് തോന്നിയാ മതി, അവര് ഹാപ്പി ആയിക്കോളും. പിന്നെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ? ഞാൻ അങ്ങനെ കൂടാനൊക്കെ നോക്കാറുണ്ട്. അവളെ കളിയാക്കും. പിന്നെ വിട്ടോ, ഈ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ വീട്ടു ജോലിയൊക്കെ ചെയ്ത് നീ പറയുന്നതൊക്കെ അനുസരിച്ച് കഴിയണമെന്നാണോ? ഭാര്യ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അനുസരണയാവും? മോഹനയുടെ മനസ്സിലൊരു ധാരണയുണ്ട്, പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്ന്. ഞാൻ മോഹനന്റെ ഭാര്യയല്ലേ, അപ്പൊ എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ കുഴപ്പം? നിന്നെ സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ സഹായിക്കും. പക്ഷേ എനിക്ക് തോന്നണം. അങ്ങനെ തോന്നില്ലല്ലോ. പ്രസാദിനെ പോലുള്ളവർക്ക് ഭാര്യ ഒരു വേലക്കാരി അല്ലാന്ന് തിരിച്ചറിയാനുള്ള പക്വതയുണ്ട്. ഓനതില്ല. നീ കുറെ നേരമായല്ലോ പ്രസാദ് പ്രസാദ് എന്ന് പറയുന്നു. അവന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. ശരി, വേറെ ഉണ്ടല്ലോ ആണുങ്ങള്. എന്റെ ഓഫീസിൽ സത്യപാലൻ എല്ലാ ജോലിയിലും ഭാര്യയെ സഹായിക്കും. സദാനന്ദ സാറാണെങ്കിൽ എന്തു പേര് കേട്ട വക്കീല. പക്ഷെ ആ വലിപ്പം അദ്ദേഹം വീട്ടിൽ കാണിക്കാറില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഞാനൊരു വില്ലേജ് ഓഫീസറാണെന്ന് ഇങ്ങനെ പറഞ്ഞോടങ്ങനെ നടക്കല്ലേ. പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ദൈവമാണെന്ന് തോന്നും. മതി, ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ. ഈ തർക്കം നമുക്ക് ഇവിടെ നിർത്താം. എത്ര തർക്കിച്ചാലും നമ്മൾ എവിടെ എത്താൻ പോകില്ല. ഇതിനെയാണ് ഒളിച്ചോട്ടക്കാരി. പ്രിയപ്പെട്ട സത്യഭാമയ്ക്ക് ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇക്കാര്യം തൽക്കാലം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ വേണ്ടതെന്ന് നീ കൂടി ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞിട്ടേ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റൂ. പ്രസാദിനെ പറ്റി ഞാനോ എന്റെ വീട്ടിലുള്ളവരോ കരുതിയതുപോലെ അല്ല കാര്യങ്ങൾ. മദ്യപാനം നിർത്തിയെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഡൽഹിയിലെ ജോലിക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്ന 5 ലക്ഷം രൂപ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാനായി പ്രസാദ് അഭിനയിക്കുകയായിരുന്നു. ആ അഭിനയത്തിൽ എല്ലാവരും വീണുപോയി. അച്ഛൻ പ്രസാദിന് പണം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഡൽഹിയിൽ ജോലി കിട്ടിയത്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ നിർബന്ധം സഹിക്കാതെ വന്നപ്പോഴാണ് കൊണ്ടുപോയത്. അവിടെ ഞാൻ കണ്ടത് വേറൊരു പ്രസാദിനെയാണ്. മൂക്കറ്റം മദ്യപിക്കും, എന്നോട് വഴക്കുണ്ടാക്കും. സഹിക്കാൻ പറ്റാത്ത ദേഹോപദ്രവമാണ്. 3 മാസം മുമ്പ് എന്നെ പിടിച്ചു തള്ളിയപ്പോൾ വീണ് എന്റെ നെറ്റി പൊട്ടി. 6 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. ഡൽഹിയിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി പ്രസാദിന് അടുപ്പമുണ്ട്. ശമ്പളത്തിൽ പകുതി ആ സ്ത്രീ കൊണ്ടുപോകും. എനിക്ക് ജോലിയുള്ളതുകൊണ്ട് മാത്രമാ പട്ടിണിയില്ലാതെ കഴിയുന്നത്. അന്ന് മോഹനകൃഷ്ണൻ സാറ് പറഞ്ഞതായിരുന്നു ശരി. പ്രസാദുമായുള്ള കല്യാണ ആലോചന വന്നപ്പോൾ സാറ് വേണ്ടെന്ന് പറഞ്ഞതാണ്. അച്ഛനും ഞാനും കേട്ടില്ല. സാറ് പറഞ്ഞത് അന്ന് കേട്ടാ മതിയായിരുന്നു.
മോഹനകൃഷ്ണ സാറിനെ പോലെയുള്ള ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യവാ സത്യഭാമേ. എത്ര ദേഷ്യവും വാശിയും കാണിച്ചാലും സാറിന് നിന്നോടുള്ള സ്നേഹം എത്രമാത്രമാണ്. മാന്യനും സത്യസന്ധനുമായ ഒരു ഭർത്താവ് ഉണ്ടാവുന്നതിലും വലിയ ഭാഗ്യം വേറെ എന്താണ്? എത്ര മുൻകോപിയാണെങ്കിലും നിന്റെ കണ്ണൊന്ന് നിറയാൻ സാറ് സമ്മതിക്കൂ? ഇല്ലെന്നെനിക്കറിയാം. ഹലോ, അതെ. മീനാക്ഷി വന്ന കാര്യം ഭാമ പറഞ്ഞിരുന്നു. ഞാൻ വിളിക്കാം. ഭാമേ, ഫോൺ. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? കരുണാകരൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. നൽകാം ഫോൺ. മീനാക്ഷി. എന്താ? വായിച്ചു നോക്ക്. ഹലോ, എന്താ മീനാക്ഷി സംഭവിച്ചത്? ശരി, എന്താ വേണ്ടത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ വീട്ടിലേക്ക് വരണോ? ശരി, എങ്കിൽ നീ സൗകര്യം പോലെ ഓഫീസിലേക്ക് വാ. സമാധാനായിട്ടിരിക്കെ. സോറി. എന്തിന്? മോഹനേട്ടനെക്കാട്ടിലും നല്ലത് പ്രസാദാന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യമായിട്ട് ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. മോഹനേട്ടനെ ഒരു കാര്യത്തിൽ സഹായിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. വിഷമോ വാശിയൊക്കെ കൂടി ആയപ്പോ ചുമ്മാ വെറുതെ ദേഷ്യം പഠിപ്പിക്കാനായി പറഞ്ഞതാ. അതിനെനിക്കറിഞ്ഞൂടെ? നീ പറയുന്നത് പോലെ ഒരു ഭയങ്കരായിരുന്നു ഞാനെങ്കിൽ നീ എന്നെ പണ്ടേ കളഞ്ഞിട്ട് പോവില്ലായിരുന്നു. അയ്യടാ, ഞാൻ എന്റെ മോഹനേട്ടനെ കളഞ്ഞിട്ട് പോവോ? ഈ വില്ലേജ് ഓഫീസറെ ഭർത്താവായി കിട്ടിയതല്ലേ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിന്റെ അച്ഛനെന്തോ അബദ്ധം പറ്റിയാണെന്ന് മറ്റോ നേരത്തെ പറയുന്നത് കേട്ടു. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ഒരു അബദ്ധം പറ്റില്ല. അച്ഛനാരാ മോൻ? അച്ഛന്റെ മോക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ചെറുക്കനെയല്ലേ കണ്ടുപിടിച്ചു കൊണ്ടുതന്നത്. എനിക്ക് തുണി ഇളക്കാനും തേക്കാനും ചായ ഉണ്ടാക്കാനും അറിഞ്ഞൂടാ. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് പഠിച്ചാലും മതി. ഞാൻ പഠിപ്പിക്കില്ലേ? എല്ലാം പുറമേ കാണുന്നത് പോലെ ഭദ്രവും ശുദ്ധവുമായിരിക്കണമെന്നില്ല എന്നതാണ് സത്യം.